ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നമ്മളെന്നറിയാൻ ചെയ്യാൻ പോണത് പാലക്കാട്ടുകാരുടെ സ്വന്തം ചെള്ളിപ്പൊടിയും മാങ്ങയും. ചെള്ളിപ്പൊടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ എന്നുള്ളത് അറിയില്ല. ഉണക്കച്ചെമ്മീനാണ് കേട്ടോ ഞാനിന്ന് കറി വയ്ക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ആണ്. വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് കറി വയ്ക്കാമെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഒരൽപ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഒരു 1/2 സ്പൂൺ കടുക് ചേർത്തുന്നുണ്ട് കേട്ടോ. കടുക് ചേർത്താതെ ഇത് വെക്കാം കേട്ടോ. ഞാനിന്ന് കടുക് ചേർത്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ കടുക് നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരൽപ്പം വെന്തയം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവയും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കറിവേപ്പില, ചെറിയുള്ളി, പച്ചമുളക് രണ്ടായി കീറിയത് കേട്ടോ. ഇത് ഒന്നിച്ച് ഞാൻ ചേർത്താണേ. എരിയില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. അത് കാരണം ഞാൻ ഒരു 5 എടുത്തിട്ടുണ്ട് കേട്ടോ. 6 ഉണ്ട്. എരിയില്ല അതിന്. അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചെള്ളിപ്പൊടി ഉണക്കച്ചെമ്മീനൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ആദ്യം വറുത്തിട്ടില്ല. അത് കാരണം ചെറിയുള്ളിക്കൊപ്പം തന്നെ ചേർത്തുന്നുണ്ട് കേട്ടോ. ആദ്യം വറുത്തിട്ടും ഇത് ഉണ്ടാക്കാറുണ്ട്. ഞാനിതിപ്പോൾ നല്ലതുപോലെ കഴുകി കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ച് നല്ലതുപോലെ കഴുകി അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല മണ്ണുണ്ടാവുകയും മണൽ. അപ്പോൾ അതൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിൽ അത്ര പോലും ഇല്ല കേട്ടോ ചെമ്മീൻ. പക്ഷെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഇനി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണേ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ ഞാൻ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടി കരിയാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ഞാനൊന്ന് ഇളക്കുന്നുണ്ട്. ഇതിലോട്ട് 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂണും കൂടി ചേർക്കാം. 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് തൽക്കാലം ചട്ടിയൊന്ന് ഇറക്കി വെച്ചാലോ, അല്ലെങ്കിൽ എൻ്റെ സാധനങ്ങളോ. അപ്പോൾ ഞാൻ ചട്ടി ഇറക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് തന്നെ നല്ല ചൂടാണ്, മൺചട്ടി ആയതുകൊണ്ട്. ഇതിലോട്ട് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ചട്ടി നല്ല ചൂടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോഴും അടുപ്പിൽ വെച്ചിട്ടില്ല കേട്ടോ. ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഈ വെള്ളം പോരാ, കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ച് കമ്മിയാക്കിയിട്ട് ഇപ്പം തന്നെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തേങ്ങ അരച്ചിട്ട് ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തുമല്ലോ. അപ്പം ഉള്ള വെള്ളം കമ്മിയാക്കി ബാക്കിയുള്ളത് ഇപ്പം. അപ്പം ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്.
കേട്ടോ. ഇതൊന്ന് നല്ലതുപോലെ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. മാങ്ങ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വലുതാക്കിയിട്ടാണ് കേട്ടോ ആക്കിയിരിക്കുന്നത്. കാരണം ഇത് നല്ലതുപോലെ പുളിയുണ്ട് കേട്ടോ മാങ്ങയ്ക്ക്. അപ്പോൾ വലുതാക്കിയിട്ട് ഇടുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകില്ല കേട്ടോ. അത് കാരണം ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് തേങ്ങ റെഡിയാക്കണം. എൻ്റെ മോനോട് തേങ്ങ ഒന്ന് കഷ്ണമാക്കാൻ പറഞ്ഞപ്പോൾ അവൻ കഷ്ണമാക്കി വെച്ചതാണ് കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കിക്കൊള്ളുക. ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. എനിക്ക് കൈ കൊണ്ട് പറ്റാത്തതുകൊണ്ട് കൈ കൊണ്ട് തേങ്ങ ചിരകാൻ പറ്റില്ല, ഷോൾഡർ ഇറങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കഷ്ണമാക്കിയിട്ടാണ് കേട്ടോ മിക്സിയിൽ അരച്ചെടുക്കുന്നത്. ഇതൊന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മാങ്ങ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ ആ തേങ്ങയൊക്കെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ലെവലിലാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ മാങ്ങ നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ഉടഞ്ഞാൽ നല്ല പുളിപ്പുണ്ടാവുകയും. അപ്പോൾ ഇത്രയും മതിയാവും കേട്ടോ. ഇനി മൺചട്ടി ആയതുകൊണ്ട് ചൂട് അതിൽ തന്നെ നിൽക്കുമല്ലോ കുറച്ച് സമയം കൂടെ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുത്താൽ കേട്ടോ. ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വരട്ടെ. തിളച്ച് കഴിഞ്ഞ് കറി റെഡിയായി. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.